വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ ചേച്ചി ഇത് ഇംപ്ലാന്റേഷൻ്റെതാണോ, ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും അതുപോലെ പീരിയഡ്സ് ആകുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടാകുന്ന ശരീരത്തിലെ ഒരു വേദനയെ പറ്റിയിട്ടാണ്. ഇത് ഇംപ്ലാന്റേഷൻ്റെതാണോ പീരിയഡ്സിൻ്റെതാണോ എന്ന് എങ്ങനെ എളുപ്പത്തിൽ വേർതിരിച്ചറിയാമെന്നും ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഇതിനോടകം കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതുപോലെ സക്സസ് സ്റ്റോറീസ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് സ്റ്റോറീസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഒരു ടിപ്സും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം ഇതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഏർലി പ്രഗ്നൻസിയും അതുപോലെ പ്രിമെൻസ്ട്രൽ സിംറ്റവുമായിട്ട് വരുന്ന ഒന്നാണ് നടുവിനുണ്ടാകുന്ന വേദനയും അതുപോലെ തുടയുടെ ഭാഗത്തുണ്ടാകുന്ന ക്രാംസും. ഏറ്റവും ആദ്യം നമുക്ക് നടുവേദനയിൽ നിന്ന് തന്നെ തുടങ്ങാം. പീരിയഡ്സ് ആകുന്നതിന് തൊട്ട് മുൻപായിട്ട് പലർക്കും നടുവേദന ഉണ്ടാകുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുന്നതിന് തൊട്ട് മുൻപായിട്ട് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നു. ആ എൻഡോമെട്രിയൽ ലൈനിങ്ങും അതുപോലെ ബ്ലഡും മുഴുവനായിട്ട് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമ്മുടെ ശരീരത്തിൽ യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാകുമ്പോഴേക്കും അതിന്റെ ഭാഗമായി ചെറിയ തോതിലുള്ള ഒരു ക്രാംസ് നിങ്ങൾക്ക് ബാക്ക് സൈഡിലും ഫീൽ ചെയ്യും. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ എന്തിനാണ് ബാക്ക് പെയിൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പ്രഗ്നൻസി ആകുന്ന സമയത്ത് എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നിട്ട് ഇംപ്ലാന്റ് ആയി തുടങ്ങുമ്പോഴേക്കും യൂട്രസ് ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നു. നേരത്തെ കണ്ടീഷനിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാകുന്നത് യൂട്രസിന്റെ എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സമയത്തായിട്ട് നമുക്ക് ആ യൂട്രസിന് തൊട്ട് ചുറ്റുമുള്ള ഭാഗങ്ങളിലും ഇതുപോലെ മൈൽഡ് ആയിട്ട് ക്രാംസ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചെറിയ തോതിലായിരിക്കും നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. നടുവിന്റെ അങ്ങ് അറ്റത്തുള്ള പോർഷനിലായിരിക്കും ചിലപ്പോൾ നമുക്ക് വേദന ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കൂടുതലായിട്ട് വരുന്ന പെയിൻ ആയിരിക്കില്ല, കുറച്ചു നേരം ഉണ്ടാവുന്നു പിന്നെ പോകുന്നു, അങ്ങനെയുള്ള രീതിക്കായിരിക്കും ഉണ്ടാവുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ആരെങ്കിലുമാണ് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു അവയർനെസ് ഇതിനെപ്പറ്റി ഓൾറെഡി തന്നെ കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന വയറുവേദന ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ചു നേരം ഉണ്ടാവുകയും പിന്നീട് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന വയറുവേദന. ഇത് വയറിന്റെ ലോവർ അബ്ഡമൻ പോർഷനിലും ലെഫ്റ്റോ റൈറ്റോ സൈഡിൽ ഉണ്ടാകുന്ന ഒരു ക്രാംസ് ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയാലോ. അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു ബാക്ക് പെയിനും നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. വളരെ കുറഞ്ഞ രീതിക്ക് മാത്രം, ഒരുപാട് പ്രഷറിലൊന്നുമല്ലാതെ കുറച്ചു നേരം ലാസ്റ്റ് ചെയ്യുന്നു, പിന്നെ നമുക്ക് പോകുന്നു. റെസ്റ്റ് എടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് പോയി പോകുന്ന രീതിക്കായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നടുവിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവുന്നത് കേട്ടോ. മെയിൻലി നടുവിന്റെ അറ്റം ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുതുകിന് നമ്മുടെ നേരെ തൊട്ട് മുകളിലായിട്ടുള്ള പോർഷനിലും ഒരുപാട് കട്ടുകഴപ്പ് പോലെ നമുക്ക് കുറെ നേരം നിൽക്കാൻ പറ്റാത്ത രീതിക്കുള്ള തരത്തിൽ ഇതുപോലെ ക്രാംസ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ക്രാംസ് ഉണ്ടാവുന്നത് നമുക്ക് വയറിലെ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ്. അതായത് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ട് വയറിൽ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഈ ഗ്യാസ് ഭയങ്കരമായിട്ട് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിന്റെ തൽഫലമായിട്ട് നമ്മുടെ അപ്പർ അബ്ഡോമന്റെ തൊട്ട് പുറകിലുള്ള പോർഷനിൽ നമുക്ക് ഇതുപോലെ കട്ടുകഴപ്പ് പോലെയുള്ള ഫീലിങ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പ്രഗ്നൻസിയുടേതാണോ പീരിയഡ്സിന്റേതാണോ എന്ന് വേർതിരിച്ചറിയേണ്ടത് ഇതിൽ വരുന്ന പെയിനിന്റെ തോത് അനുസരിച്ചിട്ടാണ്. ഈ പെയിൻ റേഡിയേറ്റ് ചെയ്താണ് വരുന്നതെങ്കിൽ, അതായത് കൂടുതൽ ശക്തമായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് ഈ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പീരിയഡ്സിന് മുന്നോടിയായിട്ട് വരുന്ന തരത്തിലുള്ള പെയിൻ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ വളരെ കുറച്ചായിട്ട് മാത്രം കുറച്ചു നേരം ഉണ്ടാവുക പിന്നെ പോവുക, അങ്ങനെയുള്ള രീതിക്കാണ് നിങ്ങൾക്ക് പെയിൻ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഇംപ്ലാന്റേഷന്റെ നടന്നതിന്റെ ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു പെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോ ഇതിനെ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെയിൻ നിങ്ങൾക്ക് അതിശക്തമായിട്ട് വരുന്നു, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്ട് ചെയ്യുന്ന രീതിക്ക് അതിശക്തമായിട്ട് ഈ ഒരു പെയിൻ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റുള്ള എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്ക് ശരീരത്തിലുണ്ടെന്നാണ്. എൻഡോമെട്രിയോസിസ് ഉള്ളപ്പോഴോ സിവിയർ ആയിട്ട് ഫൈബ്രോയിഡ് ഉള്ള സിറ്റുവേഷൻസിലോ ഈ ഒരു പെയിൻ അതിശക്തമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ഫുള്ളും ഈ അതിശക്തമായിട്ടുള്ള പെയിൻ നിങ്ങൾക്ക്
നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പീരിയഡ്സിന്റെ പെയിൻ ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അതിശക്തമായിട്ടുള്ള പെയിൻ ഒന്നും നിങ്ങൾ സഹിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് എന്താണ് ഇതിന്റെ റീസൺ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാവുന്നത് നമ്മുടെ തുടയുടെ ഭാഗത്ത് ഇന്നർ ടൈറ്റ്സിന്റെ ഭാഗത്തായിട്ട്, ഇന്നർ തൈയുടെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പെയിൻ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വേദന ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഈ റിലാക്സിൻ ഹോർമോൺ ആണ് ബോഡി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റ്, ഒരു സപ്പോർട്ട് ശരീരത്തിന് കൊടുക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ജോയിന്റ്സിലും അതുപോലെ കോർണറിലും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് വേദന ഇടവിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മുടെ ഇന്നർ തൈയുടെ പോർഷനിൽ, ഷോൾഡറിന്റെ പോർഷനിൽ, മുട്ടുകാലിന്റെ പോർഷനിൽ, അതുപോലെ കാലിന്റെ പാദത്തിന്റെ അറ്റത്തും നിങ്ങൾക്ക് ഇതുപോലുള്ള വേദനകൾ ഫീൽ ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് നേരം ഫീൽ ചെയ്യുന്നതായിരിക്കില്ല, കുറച്ചു നേരം ഉണ്ടാകും, കുറച്ചു നേരം പോകും. അങ്ങനെ നമ്മുടെ ലോവർ അബ്ഡമിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ തൈയുടെ ഭാഗത്തായിട്ട്, നിങ്ങളുടെ തൊട ഇടുക്കിന്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വേദന കുറച്ചധികം ചിലപ്പോൾ ഫീൽ ചെയ്യാം. ചില ആളുകൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവില്ല, നേരെ മറിച്ച് ഈ ഒരു വേദനയായിരിക്കും ഉണ്ടാകുന്നത്. നേരെ കീഴ്പോട്ടേക്ക് ആ ഒരു എഫക്ട് വരുമ്പോൾ അത്തരത്തിലുള്ള വേദനകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വരുന്നത്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന ഈ ഒരു വേദന നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ തുടർച്ചയിലും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുന്നത് മുതൽ കുഞ്ഞ് ഗ്രോ ആയി തുടങ്ങുന്നത് കൊണ്ട് ഈ ഒരു ഡിസ്കംഫർട്ട് ചിലപ്പോൾ പ്രഗ്നൻസിയുടെ 9 months നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതിശക്തമായിട്ടുള്ള വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണണം. ചെറിയ വേദനയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക, റിലാക്സ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വേദന കുറയാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഇതുപോലുള്ള വേദന വരുന്നതെന്ന് നോക്കാം. ഇവിടെയും യൂട്രസ് എക്സ്പാൻഡ് കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഫുള്ളായിട്ട് ടിഷ്യൂസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്രസ് ശ്രമിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തും വജൈനയുടെ ആ ഒരു അങ്ങറ്റത്തുള്ള ഭാഗത്തും അതുപോലെ നമ്മുടെ ആ കാൽത്തോട വന്ന് ചേരുന്ന ആ ഒരു ഭാഗത്തും ഈ ഒരു ഡിസ്കംഫർട്ടും വേദനയൊക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വേദനയും എക്സസ് ആയിട്ട് പീരിയഡ്സിന്റെ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ല കൂടുതലായിരിക്കും ഈ ഒരു വേദന. അതിനുശേഷം ആ ഒരു ഫ്ലോ ഒക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേദന കുറയുകയും ചെയ്യും. അപ്പോൾ എക്സസ് ആയിട്ട് വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കില്ല, ഒട്ടും തന്നെ ഇരിക്കാൻ പറ്റാത്ത രീതിക്ക്. പീരിയഡ്സിന്റെ ക്രാംസ് ഉള്ളവർക്ക് ഇതിന്റെ ഒരു സെൻസേഷൻ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വേദന ഫീൽ ചെയ്യുന്നത്. മെയിൻലി ശരീരത്തിൽ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ റിലീസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള വേദന നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇന്നർ തൈയുടെ അവിടെ ഉണ്ടാകുന്ന വേദനയും തിരിച്ചറിയുന്നത്. അതായത് എങ്ങനെയാണ് ഈ വേദനയുടെ തോത്, ഷാർപ്പായിട്ടാണോ പെയിൻ വരുന്നത്, റേഡിയേറ്റ് ആയിട്ടാണോ പെയിൻ വരുന്നതെന്ന് നോക്കുക. ഇത് രണ്ടുമല്ലാതെ ചെറുതായിട്ട് മൈൽഡായിട്ട് വരിക പോവുക അങ്ങനെയുള്ള രീതിക്കാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഇംപ്ലാന്റേഷൻ്റെ ഇതാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 2 തരത്തിലുള്ള ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ വേർതിരിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി ഈ 2 ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഒരുപാട് ആളുകൾ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളില്ലാതെയും പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ലൈവിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് 40 വയസ്സുണ്ട്, പീരിയഡ്സ് പ്രഗ്നൻസി ആയി, പിന്നെയും ബ്ലീഡിംഗ് ഉണ്ടായി, പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉള്ള ആളുകളും ഉണ്ട്. ചെറുതായിട്ട് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ വന്നിട്ടും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഞാൻ അമിതമായിട്ടൊരു ഹോപ്പ് തരുമല്ല, അങ്ങനെയും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നൊരു അവയർനെസ് മാത്രമാണ് കേട്ടോ ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രത്തോളമാണ് നിങ്ങൾക്ക് ബ്ലഡ് പോകുന്നത്, അതിൽ എത്രത്തോളം ക്ലോട്ട്സ് ഉണ്ട്, അബ്നോർമൽ ആയിട്ടാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ പീരിയഡ്സ് ബ്ലീഡിങ്ങിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് കാർഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റിലൂടെ ചെയ്ത് നോക്കിയിട്ടോ നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലുള്ള ഏർലി പ്രഗ്നൻസി സിംറ്റംസിന്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ദി ചൂസ് വേൾഡ് എന്നാണ് ആ ഒരു പ്ലേലിസ്റ്റ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യും. ആ ലക്ഷണങ്ങൾ ഒന്നുമില്ല. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റി കേട്ടിട്ട് ടെൻഷൻ ആകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.